ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം കൺവേർട്ട് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോഗ്രാമിലേക്ക് എഴുതുന്നതിന് പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ആ ഫോർമാറ്റ് അനുസരിച്ച് വേണം ഒബ്ജക്റ്റ് കോഡ് എഴുതേണ്ടത്. ആദ്യം ആ ഫോർമാറ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാമ്പിൾ സഹിതം എഴുതി നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒബ്ജക്റ്റ് പ്രോഗ്രാം ഫോർമാറ്റിനകത്ത് 3 ടൈപ്പ് റെക്കോർഡ്സ് ആണ് വരുന്നത്. ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ്. ഈ 3 റെക്കോർഡ്സിൻ്റെ ബേസിസിലാണ് കോഡ് കൺവേർട്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡായി മാറുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റ് കോഡിനകത്ത് ഫസ്റ്റ് വരുന്ന ആൾ ഹെഡർ റെക്കോർഡ്. ഫസ്റ്റ് ലൈനിൽ ഹെഡർ എഴുതുന്ന സമയത്ത് ടോട്ടൽ 19 കോളംസ് ആണ് ഹെഡർ റെക്കോർഡിന് ആവശ്യമായിട്ട് വരുന്നത്. ഹെഡർ റെക്കോർഡിനകത്ത് ഫസ്റ്റ് കോളത്തിൽ കൊടുക്കേണ്ടത് ഹെഡർ ആണ്. ഹെഡർ ഡിനോട്ട് ചെയ്യാനായിട്ട് H എന്ന് കൊടുക്കുക. ദെൻ 2 to 7 കൊടുക്കുന്നത് പ്രോഗ്രാം നെയിം ആണ്. പ്രോഗ്രാം നെയിം അവിടെ ഫില്ല് ചെയ്യണം. ദെൻ 8 to 13 പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 14 to 19 ആണ് പ്രോഗ്രാമിങ്ങിൻ്റെ ലെങ്ത് മെൻഷൻ ചെയ്യേണ്ട പ്ലേസ്. ഓക്കെ, ഇത്രയും എഴുതി കഴിയുന്ന സമയത്ത് ഹെഡർ റെക്കോർഡായി. ഈ ഹെഡർ റെക്കോർഡ് വായിക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പ്രോഗ്രാമിൻ്റെ നെയിം എന്താണെന്നും അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്താണെന്നും ആ അഡ്രസ്സ് മുതൽ ഏത് വരെയാണ് പോകേണ്ടത്, അതായത് അതിൻ്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏതുവരെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാവും. ആ പ്രോഗ്രാമിൻ്റെ നെയിം, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ലെങ്ത്, ഇത്രയും കാര്യങ്ങളാണ് ഹെഡറിൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ടെക്സ്റ്റ് റെക്കോർഡ്. ടെക്സ്റ്റ് റെക്കോർഡാണ് ആക്ച്വൽ കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന റെക്കോർഡ്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഓരോ ഇൻസ്ട്രക്ഷനെയും കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ മെഷീൻ ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് അതിനൊരു പ്രോപ്പർ ഫോർമാറ്റിൽ ബിൽഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ? ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടെയാണ് ഗ്രൂപ്പ് ചെയ്തിട്ട് എവിടെ എഴുതുന്നത്? ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് എഴുതുന്നത്. ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ T, അത് ടെക്സ്റ്റ് ആണെന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഹെഡറിൻ്റെ H കൊടുത്തതുപോലെ ടെക്സ്റ്റ് റെക്കോർഡിന് T കൊടുക്കുക. അതാണ് കോളം നമ്പർ 1. 2 to 7 ഇവിടെ കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് റെക്കോർഡിൽ എഴുതുന്ന പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. സ്റ്റാർട്ടിംഗ് അഡ്രസ് മീൻസ് ആ ടെക്സ്റ്റ് റെക്കോർഡിൽ വരുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ അഡ്രസ്സ്. കോളം 8 and 9 അവിടെ ആ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ലെങ്ത് ആണ് കൊടുക്കേണ്ടത്. ദെൻ 10 to 69 ഇവിടെയാണ് ഒബ്ജക്റ്റ് കോഡ് എഴുതുന്നത്. ഓക്കെ, ഫൈനലി എൻഡ് റെക്കോർഡ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കോളം ഡിനോട്ട് ചെയ്യണം. കോളം 2 to 7 ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അയാളുടെ അഡ്രസ്സ് എഴുതുക. അതായത് ആ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് കോഡ് എഴുതേണ്ട ഫോർമാറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആ സമയം നമുക്കത് ക്ലിയർ ആവില്ല. ഈ പ്രോഗ്രാമിന് നമുക്ക് ഒബ്ജക്റ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് ഓരോ ഇൻസ്ട്രക്ഷനെയും കൺവേർട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് എഴുതുക. കോപ്പി സ്റ്റാർട്ട് എന്ന ഡയറക്റ്റീവ്, ദെൻ 1000. ആ സ്റ്റാർട്ട് എന്ന ഡയറക്റ്റീവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോപ്പി എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൻ്റെ നെയിമാണ്. സ്റ്റാർട്ട് കഴിഞ്ഞ് തന്നേക്കുന്നത് 1000, അതായത് ഈ പ്രോഗ്രാം ഇരിക്കുന്നത് 1000 എന്ന ലൊക്കേഷൻ മുതൽ താഴേക്കാണ്. 1000 ആണ് ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. 1000 ആണ് ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. ഓക്കെ, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നത് ഹെഡർ റെക്കോർഡിനകത്തേക്കാണ്. ടെക്സ്റ്റ് റെക്കോർഡിനകത്തുള്ള കാര്യങ്ങളാണ് ഇത് മുതൽ താഴേക്ക് വരുന്നത്. ഏതുവരെയാ? ഇതുവരെ വരും. അതിന് താഴെ വന്നിരിക്കുന്ന എൻഡ് റെക്കോർഡാണ്. അതായത് ഇത് ഹെഡർ റെക്കോർഡിനകത്തേക്ക് പോകും. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് റെക്കോർഡിനകത്തേക്ക് പോകും. ലാസ്റ്റ് കാണുന്ന എൻഡ് ഡയറക്റ്റീവ് വരത്തില്ലേ, ഇതാണ് എൻഡ് റെക്കോർഡിനകത്തേക്ക് എഴുതുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് ഫസ്റ്റ് എന്നൊരു ലേബൽ തന്നിട്ടുണ്ട്. അതിനകത്തേക്ക് STL റിട്ടേൺ അഡ്രസ്. റിട്ടേൺ അഡ്രസ്സിനകത്ത് ഇരിക്കുന്ന വാല്യൂ എന്താണോ അതിനെ ലിങ്കേജ് രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം. ഉദ്ദേശം എന്താണ്? തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, ജംപ് ടു ദ സബ് റൊട്ടീൻ റീഡ് റെക്. റീഡ് റെക് എന്ന് പറയുന്ന സബ് റൊട്ടീനകത്തേക്ക് ജമ്പ് ചെയ്യാൻ പോവാം. ആ സബ് റൊട്ടീനിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ സബ് റൊട്ടീനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവസാനം റിട്ടേൺ ഫ്രം സബ് റൊട്ടീൻ കിടപ്പുണ്ട് അല്ലേ? ഈ സമയം തിരികെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ L എന്ന രജിസ്റ്ററിനകത്ത്, ലിങ്കേജ് രജിസ്റ്ററിനകത്തിരിക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ നോക്കി കഴിഞ്ഞിട്ടായിരിക്കും തിരികെ എത്തിച്ചേരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് JS സബിന് തൊട്ട് മുൻപായിട്ട് Lനകത്തേക്ക് റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, STL എന്ന് പറയുന്ന ഒരു നിമോണിക്കാണ്. ഈ STL എന്ന നിമോണിക്കിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ അതാണ് ഞാൻ താഴെ തന്നേക്കുന്നത് 14. അതാണ് ആദ്യം എഴുതേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷനകത്തിരിക്കുന്ന നിമോണിക്കിനെ മെഷീൻ റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ അതിനകത്തിരിക്കുന്ന ഓപ്പറാൻസിൻ്റെ മെഷീൻ റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ഓപ്പറാൻഡിൻ്റെ മെഷീൻ അഡ്രസ്സ് എന്താണോ ഈ ഓപ്പറാൻഡ് ഇരിക്കുന്ന 1033 എന്ന ലൊക്കേഷനകത്താണ്. ഈ അഡ്രസ്സ് വേണം അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ,
ഒരു ഇൻസ്ട്രക്ഷനകത്ത് ആദ്യം കാണുന്ന നിമോണിക് ആയിരിക്കും. ആ നിമോണിക്കിനെ ഇന്റേണൽ മെഷീൻ റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ സിംബോളിക് ഓപ്പറാൻഡ്സ് ഉണ്ടായിരിക്കും. ആ സിംബലിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് അതിലേക്ക് എഴുതുക. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തില്ലേ? ഇതുപോലെ ഓരോ ഇൻസ്ട്രക്ഷനെയും പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് കോഡ് ഫസ്റ്റ് എഴുതുന്നത്. ഓക്കെ, അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? ജെ സബ് ജംപ് ടു ദ സബ് റൊട്ടീൻ. എങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത്? റീഡ്രക്ക് എന്ന് പറയുന്ന സബ് റൊട്ടീനിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. ജെ സബിൻ്റെ വാല്യൂ 48 ആണ്. 48. റീഡ്രക്ക് വന്നിട്ട് 2039 എന്ന അഡ്രസ്സ് മുതലാണ് റീഡ്രക്ക് എന്ന സബ് റൊട്ടീൻ ഇരിക്കുന്നത്. 2039 മുതൽ 205A വരെയാണ് റീഡ്രക്ക് എന്ന സബ് റൊട്ടീൻ ഇരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനും എഴുതി പോവാം. പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ഇൻസ്ട്രക്ഷൻ എൻഡ്. എൻഡ് എന്ന ഡയറക്റ്റീവിൻ്റെ കൂടെ എഴുതുന്നത് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് ഇൻസ്ട്രക്ഷൻ്റെ ലേബലായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 അല്ലേ? ആ ഇൻസ്ട്രക്ഷനെ ലേബൽ ചെയ്തേക്കുന്നത് ഫസ്റ്റ് എന്ന നെയിം വെച്ചിട്ടാണ്. ആ ഫസ്റ്റാണ് എൻഡിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എഴുതേണ്ടത് ഇതിനെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ എഴുതുന്ന സമയത്ത് ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ്, ഇങ്ങനെ 3 റെക്കോർഡ്സ് എഴുതണം. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹെഡർ റെക്കോർഡിനകത്ത് പ്രോഗ്രാമിൻ്റെ ലെങ്ത് മെൻഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യുന്നതെന്നറിയോ? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? 1000-ൽ നിന്ന് അല്ലേ? 1000-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ഡയറക്റ്റീവ് ഇരിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ എൻഡ് ഡയറക്റ്റീവിൻ്റെ അഡ്രസ്സ് നമുക്കറിയത്തില്ല. പക്ഷേ തൊട്ട് മുൻപിരിക്കുന്ന ആളുടെ അഡ്രസ്സ് എത്രയാണ്? 2079-ലാണ് തൊട്ട് മുൻപുള്ള ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത്. അതിനകത്ത് X05 തന്നേക്കുന്നത് ഔട്ട്പുട്ട് ബേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോഡാണ് 05. അതാണ് ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. അതിനാവശ്യമായിട്ട് വന്നേക്കുന്നത് 1 ബൈറ്റാണ്. 2079-നകത്ത് ഇരിക്കുന്ന ഇൻസ്ട്രക്ഷന് ആവശ്യമായിട്ട് വന്ന മെമ്മറി ലൊക്കേഷൻ 1 ബൈറ്റാണ്. അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2079 + 1, 9 + 1 10 എന്ന് പറയരുത്, ഹെക്സാഡെസിമലാണ്. ക്യാപിറ്റൽ A 702, ദാറ്റ് ഈസ് 207A. അതാണ് എൻഡ് എന്ന ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ. അതായത് ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന എവിടെയാണ്? 207Aക്കകത്താണ്. പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്താണ്? 1000. ഈ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലേ ഇനി എന്ത് ചെയ്താൽ മതി? 207A - 1000, ദാറ്റ് ഈസ് 107A. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലെങ്ത്. ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ എഴുതുന്ന സമയത്ത് ആദ്യം എഴുതേണ്ടത് ഹെഡർ റെക്കോർഡാണ്. ഹെഡർ റെക്കോർഡ് എഴുതാനുള്ള ഫോർമാറ്റ് കോളം നമ്പർ 1-ൽ H എന്ന് കൊടുക്കുക. ദെൻ 2 to 7 അവിടെയാണ് പ്രോഗ്രാമിൻ്റെ നെയിം കൊടുക്കേണ്ടത്. ഇവിടുത്തെ പ്രോഗ്രാം നെയിം എന്താണ്? കോപ്പി. 2, 3, 4, 5 അവിടെ കോപ്പി കൊടുത്തു. 6, 7 ലെങ്ത് മാക്സിമം 7 വരെ കപ്പാസിറ്റി പറഞ്ഞേക്കുന്നതാണ്. ഇവിടെ ലെങ്ത് 4 ഉള്ളൂ, സോ ബാക്കി സ്പേസ് ലീവ് ചെയ്യാം. ദെൻ 8 മുതൽ 13 വരെ കൊടുക്കേണ്ടത് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇവിടെ 1000 ആണ്. 1000, 10, 11, 12, 13 അവിടെ അതിരിപ്പുണ്ട്. തൊട്ട് മുൻപുള്ള 2 ലൊക്കേഷനിൽ 0 ഫില്ല് ചെയ്യാം. ദെൻ 14 to 19 അവിടെ എഴുതേണ്ടത് പ്രോഗ്രാമിൻ്റെ ലെങ്ത് ആണ്. ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമുക്കറിയാം 1000 ആണ്. ഈ പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഞാൻ തൊട്ട് മുൻപ് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു? ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി ലൊക്കേഷൻ എന്താണോ മൈനസ് സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതായിരിക്കും ഇതിൻ്റെ ലെങ്ത്. ദാറ്റ് ഈസ് 107A. എഴുതുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ നിന്ന് എഴുതരുത് 107A എന്ന് എഴുതരുത്. 4 ഡിജിറ്റ് വന്നുകൊണ്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ത് കൊടുക്കുക? 00 ഫില്ല് ചെയ്യാം. ഓക്കെ, ഹെഡർ റെക്കോർഡ് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് എഴുതേണ്ടത് ടെക്സ്റ്റ് റെക്കോർഡാണ്. ടെക്സ്റ്റ് റെക്കോർഡ് ആവുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് എഴുതണം? T. ഫസ്റ്റ് കോളം T എഴുതുക ടെക്സ്റ്റ് റെക്കോർഡിനെ ഡിനോട്ട് ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് കോളം ടു 7th കോളം. അവിടെ ഈ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് ഫസ്റ്റ് വരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതായിരിക്കും ഈ ടെക്സ്റ്റ് റെക്കോർഡിലെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. ആ അഡ്രസ്സ് വേണം അതിനകത്ത് എഴുതാൻ. നമ്മുടെ ഈ പ്രോഗ്രാം എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താണോ അയാളുടെ അഡ്രസ്സ് തന്നെയായിരിക്കും ഈ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് വരുന്നത്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്തായിരുന്നു? 1000. 7th കോളം വരെ ആയപ്പോഴേക്കും ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എഴുതി കഴിഞ്ഞു. 8 and 9 ആ 2 കോളത്തിനകത്ത് എഴുതേണ്ടത് ഈ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് എത്ര റെക്കോർഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, എത്ര ബൈറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ആ കപ്പാസിറ്റി വേണം എഴുതാനായിട്ട്. ഞാനിവിടെ
1E എഴുതി. ഞാനെടുത്ത ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ സൈസ് 1E ആണ്. 1E മീൻസ് 30 ആണ്. ഡെസിമലിൽ 30 ആണ്. ഹെക്സാഡെസിമലിൽ 1E എന്ന് പറയുന്നത്. 0 to 9 A to F. അപ്പോഴേക്കും എന്തായി? 15 ആയി. 0 മുതൽ 15 വരെയായി. ദെൻ 10 അപ് ടു 1F. 16 മുതൽ 31 വരെയാണ്. 1E ആണ് വേണ്ടത്. 1E എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അതായത് ഈ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് 30 ബൈറ്റ്സ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. 30 ബൈറ്റ്സിൽ ടിപ്പിക്കൽ ഇൻസ്ട്രക്ഷൻ ലെങ്ത് എന്ന് പറയുന്നത് 3 ബൈറ്റ്സ് ആണ്. 3 ബൈറ്റ്സ് ആണ് ഓരോ ഒബ്ജക്റ്റ് കോഡിൻ്റെയും ലെങ്ത്. ഇവിടെ നമുക്ക് 30 ബൈറ്റ്സ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 10 ഇൻസ്ട്രക്ഷൻസ് ഇതിൽ ഹോൾഡ് ചെയ്യാം. ഞാൻ നേരത്തെ എഴുതിയ ഒബ്ജക്റ്റ് കോഡില്ലേ, അതിനകത്ത് 10 ഇൻസ്ട്രക്ഷൻസ് ഹോൾഡ് ചെയ്യാം. ഓപ്പ് കോഡും ഓപ്പറാൻഡും അടങ്ങുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ടിപ്പിക്കൽ ലെങ്ത് 3 ബൈറ്റ്സ് വരുന്നത്. എല്ലാ ഇൻസ്ട്രക്ഷൻ അങ്ങനെ വരത്തില്ല. ചില ഇൻസ്ട്രക്ഷൻസിൽ 1 ബൈറ്റ് വരാം, ചിലതിൽ 2 ബൈറ്റ് വരാം. എക്സാക്ട്ലി 3 ബൈറ്റ്സ് വരുന്ന 10 ഇൻസ്ട്രക്ഷൻസ് മാക്സിമം നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ആ 10 ഇൻസ്ട്രക്ഷൻ കഴിയുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് റെക്കോർഡ് ഫുള്ളാവും. ഈ സമയം എന്ത് ചെയ്യണം? പുതിയ ടെക്സ്റ്റ് റെക്കോർഡ് എടുക്കുക. ആ ടെക്സ്റ്റ് റെക്കോർഡ് വീണ്ടും ഇതുപോലെ ഇനിഷ്യലൈസ് ചെയ്യുക. T ദെൻ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. 11ാമത്തെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇവിടെ സ്റ്റാർട്ടിങ് അഡ്രസ്സായി വരുന്നത്. ആ 11ാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് വേണം ഇവിടെ മെൻഷൻ ചെയ്യാൻ. ഈ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ സൈസ് എന്താണോ അയാളെ വേണം ഇവിടെ മെൻഷൻ ചെയ്യാൻ. ദെൻ ആ 11ാമത്തെ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ആ ഇൻസ്ട്രക്ഷൻ മുതൽ ഇതിൻ്റെ ലെങ്ത് കപ്പാസിറ്റി എത്രയാണോ അത്രയും ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഓരോ ടെക്സ്റ്റ് റെക്കോർഡ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് പോവാം. ഫൈനലിയാണ് എൻഡ് റെക്കോർഡ് എഴുതുന്നത്. ഇതിന് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. ആദ്യം STL റിട്ടേൺ അഡ്രസ്സ്, അതായിരുന്നു നമ്മുടെ നേരത്തെ പ്രോഗ്രാമിനകത്ത് എഴുതിയ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ. ഇതിനകത്ത് STL എന്ന് പറയുന്ന നിമോണിക്കിൻ്റെ വാല്യൂ 14 ആണ്. റിട്ടേൺ അഡ്രസ്സ് ഇരിക്കുന്നത് 1033 എന്ന ലൊക്കേഷനിലായിരുന്നു. അങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റ് കോഡ് 141033 എന്ന് കിട്ടി. ഇതായിരുന്നു 1ാമത്തെ ഇൻസ്ട്രക്ഷൻ. അതാണിത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ അതാണിത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ലെങ്ത് ആണ് ഞാൻ പറഞ്ഞത് 3 ബൈറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, തേർഡ് ഇൻസ്ട്രക്ഷൻ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, അപ് ടു 10 ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് എഴുതാൻ പറ്റും. സ്പേസ് ഇല്ലാണ്ട് കാരണം ഡോട്ട് ഇട്ട് പോയേക്കുന്നത്. ഈ 10 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എഴുതി കഴിയുന്ന സമയം ഓരോ ഇൻസ്ട്രക്ഷനും 3 ബൈറ്റ് വരുന്നില്ലേ? 10 ഇൻസ്ട്രക്ഷൻ ആകുമ്പോഴേക്ക് എത്ര ബൈറ്റ്? 30 ബൈറ്റായി. ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ എക്സാക്ട്ലി 10 വരത്തുള്ളൂ കേട്ടോ. ആദ്യത്തെ ഈ പ്രോഗ്രാമിനകത്ത് ആദ്യം വന്നേക്കുന്ന 10 ഇൻസ്ട്രക്ഷനും 3 ബൈറ്റ്സ് വീതം ഉണ്ട്. സോ ആദ്യത്തെ 10 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. 11ാമത്തെ ഇൻസ്ട്രക്ഷൻ എഴുതാൻ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് സ്പേസ് ഇല്ല. സോ പുതിയ ടെക്സ്റ്റ് റെക്കോർഡ് ഇനിഷ്യലൈസ് ചെയ്യണം. T സ്റ്റാർട്ടിങ് അഡ്രസ്സ്. 11ാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്താണോ അതായിരിക്കും ഈ ടെക്സ്റ്റ് റെക്കോർഡിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആണല്ലോ. അതാണ് 101E. അത് മെൻഷൻ ചെയ്യാം. ദെൻ ഈ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ കപ്പാസിറ്റി എന്താണോ അത് വേണം ഇവിടെ എഴുതാനായിട്ട്. 15 ഡെസിമൽ അല്ല, ഹെക്സാഡെസിമലാണ്. 15ൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത് 21 ആണ്. വിച്ച് മീൻസ് ഇതിനകത്ത് 21 ബൈറ്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. 21 ബൈറ്റ്സിൽ ഇതിനകത്ത് 3 ബൈറ്റ്സ് വരുന്നുണ്ട്. ദെൻ ഇതിനകത്ത് 6 ആയി. ഇങ്ങനെ ഇതുപോലെയുള്ള 7 ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴേക്കും ഈ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ കപ്പാസിറ്റി ഫുള്ളാവും. ബാക്കി എന്താ ചെയ്യേണ്ടത്? അടുത്ത ടെക്സ്റ്റ് റെക്കോർഡ് ഇനിഷ്യലൈസ് ചെയ്യുക. അതിനകത്തേക്ക് അതിൻ്റെ കപ്പാസിറ്റി എത്രയാണോ അത്രയും എഴുതി പോവാം. ഇങ്ങനെ പുതിയ ടെക്സ്റ്റ് റെക്കോർഡ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനകത്തേക്ക് ബാക്കി പ്രോഗ്രാംസ് എഴുതി പോകുന്നു. ഫൈനലി എൻഡ് റെക്കോർഡ് എഴുതണം. എൻഡ് റെക്കോർഡിനകത്ത് ഹെഡർ ടെക്സ്റ്റ് എൻഡിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് E വേണം കൊടുക്കാൻ. പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്താണോ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വേണം എൻഡ് റെക്കോർഡിൻ്റെ കൂടെ മെൻഷൻ ചെയ്യേണ്ട. പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്തായിരുന്നു? 1000. ഫസ്റ്റ് കോളം E കൊടുക്കണം. സെക്കൻഡ് കോളം മുതൽ 7th കോളം വരെ കൊടുക്കേണ്ടത് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് പ്രോഗ്രാം എഴുതുന്നത്. ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാം എങ്ങനെ എഴുതുന്നു, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന റെക്കോർഡ്സ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഹെഡർ റെക്കോർഡ്, ദെൻ ടെക്സ്റ്റ് റെക്കോർഡ്, ലാസ്റ്റ് എൻഡ് റെക്കോർഡ്. പ്രോഗ്രാമിനകത്ത് സ്റ്റാർട്ട് എന്ന ഡയറക്റ്റീവിൻ്റെ കൂടെ പ്രോഗ്രാമിൻ്റെ നെയിമും സ്റ്റാർട്ടിംഗ് അഡ്രസ്സും മെൻഷൻ ചെയ്യും. ആ സ്റ്റാർട്ട് എന്ന ഡയറക്റ്റീവ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതാണ് ഹെഡർ റെക്കോർഡിനകത്തേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ദെൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും.
അതിനെയാണ് ടെക്സ്റ്റ് റെക്കോർഡിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആക്ച്വലി ടെക്സ്റ്റ് റെക്കോർഡാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അടങ്ങുന്ന സ്ഥലമാണ് ടെക്സ്റ്റ് റെക്കോർഡ്. ഓക്കെ, ഹെഡർ റെക്കോർഡിനകത്ത് കുറച്ച് ഇൻഫർമേഷനാണ്, പ്രോഗ്രാമിൻ്റെ നെയിം, സ്റ്റാർട്ടിംഗ് അഡ്രസ്, പ്രോഗ്രാമിൻ്റെ ലെങ്ത്, ഇതൊക്കെയാണ് ഹെഡറിൻ്റെ കൂടി ഇരിക്കുന്നത്. ലാസ്റ്റ് ഉള്ളത് എൻഡ് റെക്കോർഡാണ്. എൻഡ് ഡിനോട്ട് ചെയ്യാൻ ഇ കൊടുക്കുക, ദെൻ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്താണോ അത് കൂടെ മെൻഷൻ ചെയ്യാം. അതിൻ്റെ ഉദ്ദേശം പ്രോഗ്രാമിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണെന്ന് അൽഗോരിതം പറയുന്ന സമയത്ത്, അസംബ്ലറിൻ്റെ അൽഗോരിതം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അടുത്ത വീഡിയോയിൽ അസംബ്ലറിൻ്റെ അൽഗോരിതം, ഡാറ്റ സ്ട്രക്ചറൊക്കെ പറയുന്നുണ്ട്. ആ സമയം എങ്ങനെയാണ് അൽഗോരിതം വെച്ചിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കാം. വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.